നമസ്കാരം, ഞാൻ ആസിർ പൊന്നാട്. ഇന്ന് നമ്മളുള്ളത് വ്യത്യസ്തമായ ഒരു മേഖലയിൽ ഇറങ്ങി പുറപ്പെടുകയും 20 വർഷം ആ രംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്യുകയും ചെയ്ത നമ്മുടെ കലാം സാഹിബിൻ്റെ ഓഫീസിലാണ്. അദ്ദേഹത്തെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനൊരു കാരണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ എത്തിപ്പെടാത്ത ഒരു മേഖലയാണ് സാഹിബ് തിരഞ്ഞെടുത്തത്. വേറെ പല ബിസിനസ്സുണ്ട്, അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്, ഡോക്യുമെന്റ് ക്ലിയറൻസ് ഉണ്ട്, ഇപ്പൊ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട് അല്ലെ, ക്ലിനിക്ക് തുടങ്ങുന്നുണ്ട്. അത് ഈ ഡൈവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോ ഈ ആഴക്കടൽ മുങ്ങൽ, പിന്നെ ഇതിനെക്കുറിച്ച്, അതിന്റെ കപ്പലിന്റെ ഷിപ്പിംഗ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം നമ്മോട് വിശദീകരിക്കും. അപ്പോൾ അദ്ദേഹം മഞ്ചേരിക്കാരനാണ്, മലപ്പുറം ജില്ല മഞ്ചേരിക്കാരനാണ്. മഞ്ചേരി അല്ല ശരിക്കും അല്ലേ, പെരുമ്പലം എന്ന് പറഞ്ഞ കുഗ്രാമമാണ്, നമ്മുടെ മഞ്ചേരി അടുത്താണ്. പെരുമ്പലം എന്ന് പറഞ്ഞ കുഗ്രാമം ആയിക്കോട്ടെ, മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് ഈ പ്രദേശം കിടക്കുന്നത്. അതോ പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്ത്, ആനക്കയം പഞ്ചായത്ത്, മഞ്ചേരിക്ക് അടുത്തുള്ള ആനക്കയം പഞ്ചായത്ത്. അങ്ങനെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് UAE വന്നിട്ട് മലയാളികൾ ആരും തന്നെ എത്തിപ്പെടാത്ത ഒരു മേഖലയിൽ പിന്നെ വിജയക്കൊടി പാറിച്ച കലാം സാഹിബിന് ചാനൽ 5+ലേക്ക് സ്വാഗതം. അദ്ദേഹത്തിന്റെ അനുഭവം അങ്ങ് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. എന്റെ ജേർണി UAE തുടങ്ങുന്നത് 1981-ലാണ്. 81-ല്? അതെ, 81-ല് ഞാൻ UAE എത്തിയിട്ടുണ്ട്. ഇത് വളരെ ചെറിയ കുട്ടിയാണ് അന്ന്, 19 വയസ്സ് ആകുന്നുള്ളൂ അന്ന്. അങ്ങനെ ഞാൻ ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ, അതായത് അമേരിക്കൻ കമ്പനിയിൽ ജോലി കയറി. അത് അന്നത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡൈവിംഗ് കമ്പനി ആയിരുന്നു. ഈ മേഖലയിൽ തന്നെ ആദ്യം കയറി. അതെ അതെ അതെ. അങ്ങനെ അവിടെ നിന്നാണ് കാര്യങ്ങൾ പഠിച്ചെടുത്തത്. കുറെ കാര്യങ്ങൾ പഠിച്ചു, അതിന് അവസരം കിട്ടി. അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, പഠിക്കാനുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗിച്ചു. പിന്നെ എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നു, അതൊരു വെള്ളക്കാരത്തിയായിരുന്നു. അവൾക്ക് എന്നോട് വലിയൊരു മകന് കൊടുക്കേണ്ട സ്നേഹം എനിക്ക് തന്നവളെ. അവളാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത്. അന്ന് കമ്പ്യൂട്ടർ ഇല്ല, പിന്നെ ഫാക്സ് ഇല്ല, മൊബൈലില്ല. അന്ന് ആകെയുള്ള ഒരു ടൈപ്പിംഗ്, ഇലക്ട്രിക് ടൈപ്പിംഗ് മെഷീനാണ് അന്നത്തെ ടൂള്. പിന്നെ ടെലക്സ് ഉള്ളത്. അങ്ങനെ അവിടുന്ന് അവളുടെ അണ്ടറിൽ പിന്നെ ആദ്യം അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്തു. പിന്നെ കുറച്ചു കാലം PRO ആയി. ചെറുപ്പത്ത് തന്നെ? അതെ അതെ അതെ. പിന്നെ ഓപ്പറേഷൻസ് കോർഡിനേറ്ററായി വർക്ക് ചെയ്തു. പിന്നെ റിപ്പോർട്ട് കോർഡിനേറ്ററായി. പിന്നെ ലാസ്റ്റ് കമ്പനി എന്നെ സേഫ്റ്റി കോഴ്സ് ചെയ്യിച്ചു. അത് വിദേശത്ത് പോയിട്ടാ ചെയ്തത്? അല്ല, ഇവിടുന്ന് തന്നെയാണ്. പക്ഷെ അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്രൂവ്ഡ് സേഫ്റ്റി കോഴ്സ് ആയിരുന്നു. ഡിപ്ലോമ ഇൻ സേഫ്റ്റി മാനേജ്മെന്റ്, DIPSM. അന്ന് പൊതുവെ ആർക്കും ഇല്ലാത്തൊരു ക്വാളിഫിക്കേഷൻ ആണ് അത്. അതിന്റെ ഫീസ് തന്നെ $10,000 ആണ് അന്ന്. $10,000? അതല്ല, കമ്പനി പേ ചെയ്തിട്ട്? അപ്പൊ അത്രയും ആത്മാർത്ഥതയോടുകൂടി ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. അതുകൊണ്ട് കമ്പനി നമ്മളോട് കാണിച്ച ഒരു ആനുകൂല്യമാണ് അതൊക്കെ. അങ്ങനെ 2002 ശേഷം കമ്പനി ക്ലോസ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ വന്നു. പിന്നെ ഇവരുടെ ചാർജൊന്നും ക്ലയന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതികളുടെ റേറ്റുകളായപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ക്ലോസ് ചെയ്തത് തോന്നുന്നു. അങ്ങനെ കമ്പനി ക്ലോസ് ചെയ്തപ്പോൾ പിന്നെ ഞങ്ങളോടെല്ലാം പുറത്തു ജോലി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറെ കാലം സേഫ്റ്റി ഓഫീസറാണല്ലേ ഞാൻ. പിന്നെ ഈ ഡൈവിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, നോളജ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് അസൈൻമെന്റ് കിട്ടി ബ്രൂണയിലാണ്. അങ്ങനെ 1 year ബ്രൂണായി പോയി ജോലി ചെയ്തു. പിന്നെ ഓൾമോസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ് ഞാൻ ജോലി ചെയ്തു. ഇടയ്ക്ക് വെച്ചാൽ ബ്രൂണായി, മലേഷ്യ, ഇന്തോനേഷ്യ, സെയിം ഫീൽഡ് സേഫ്റ്റി ഓഫീസറായിട്ട് സെയിം കമ്പനിയിൽ. സെയിം കമ്പനി അല്ല, പിന്നെ ഇതേ മേഖലയിൽ വേറൊരു കമ്പനിയിൽ, അമേരിക്കൻ കമ്പനിയായിരുന്നു അതും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് ഈ ട്രാവലിംഗ് എല്ലാം വല്ലാങ്ങ് മടുത്തുപോയി. പക്ഷെ ഇപ്പോഴും ഭയങ്കര ടൂറാണല്ലോ, എപ്പൊ നോക്കിയാലും രാജ്യത്ത്. അത് ടൂർ പോകുന്നതാണ്, അന്ന് ജോലിക്ക് വേണ്ടി പോകുന്നതായിരുന്നു. അങ്ങനെ ഞാന് പിന്നെ ഇവിടെ തന്നെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് മനസ്സിലാലോചിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കോഴിക്കോട്ടുകാരൻ ആളെ കിട്ടി, ഉമ്മർക്ക. അത് ഒരു ഡ്രൈവറാണ്, കൺസ്ട്രക്ഷൻ ഡ്രൈവർ ആള്. അപ്പം അയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ അറിയില്ല, ഞാൻ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കൂട്ടി ഒരു
ലൈസൻസ് ഒക്കെ സംഘടിപ്പിച്ചു. അതിന് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്, അത് വേറെ വകുപ്പ്. പിന്നെ ഒരു 5 പേരെ ഫസ്റ്റ് കൊണ്ടുവന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഈ പാം ജുമേല ഡെവലപ്പ് ആയിരുന്ന സമയമാണ്. അപ്പം അവിടെ വെച്ചൊരു ഞാൻ ഇംഗ്ലീഷുകാരെ പരിചയപ്പെട്ടു പാം ജുമേലയിൽ വെച്ചിട്ട്. 90-കളിൽ അല്ലേ? 90 ആയിട്ടില്ല, പിന്നെ 88 അല്ല, പാം ജുമേല 2007 കംപ്ലീറ്റ് ആണ് 2007 തോന്നുന്നത്. അപ്പം ഇംഗ്ലീഷുകാരൻ നമ്മളുടെ ഈ സേഫ്റ്റി മേഖലയിൽപ്പെട്ട ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. അങ്ങനെ അദ്ദേഹം എന്നെ അവിടുത്തെ ചില ക്ലയൻസിനെ പരിചയപ്പെടുത്തുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന ചില കമ്പനികളെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എനിക്ക് ജാപ്പനീസ് കമ്പനിക്കാരൻ ഒരു കോൺട്രാക്ട് തന്നു അവിടുന്ന്. അതൊരു വലിയ ഒരു ഫേമായിരുന്നു. ഈ അവിടുത്തെ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി, ഇപ്പൊ നമ്മൾ പാമ്പിമേലെ പോകണേ നമുക്ക് കാണാൻ കഴിയും. ആ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് അവിടെ വെള്ളമാണ്, കംപ്ലീറ്റ് ബ്രിഡ്ജില്ല അവിടെ. അങ്ങനെ ആ വർക്ക് എനിക്ക് കിട്ടി. അതൊരു 1 ഇയർ കോൺട്രാക്ട് ആയിരുന്നു ഓൾമോസ്റ്റ്. അവിടുന്ന് ഞങ്ങൾ പിടിച്ചു കയറി. പിന്നെ പാംജുമേലെ കണ്ടിന്യൂ വർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മളെ എംപ്ലോയീസിന്റെ നമ്പേഴ്സ് കൂടി വന്നു. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഓൾമോസ്റ്റ് ഡൈവ്ടെക്കിൽ മാത്രം 90 എംപ്ലോയീസ് ഉണ്ട്. ഡൈവ്ടെക്കിൽ മാത്രം? അതെ. ശരി. അതിലധികം നാട്ടുകാരും ബന്ധുക്കളും അതെ. കംപ്ലീറ്റ് കേരളക്കാർ മാത്രമാണ് പിന്നെ ഡൈവിംഗ് ഫീൽഡിലുള്ളത്. ഞാൻ ആദ്യമേ എന്ത് ചെയ്തു, മിക്സ് ആൾക്കാരെ ഇട്ടു. അപ്പൊ എന്റെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു, ഇവരെല്ലാം ഇംഗ്ലീഷ് പഠിക്കുമല്ലോ എന്നായിരുന്നു. പക്ഷേ ആ സംരംഭം ശരിയായില്ല. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും he didn't do that, I didn't do it, he didn't do it, that ഇഷ്യൂ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും 1 by 1 ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് മലയാളികളായി. അപ്പൊ നമ്മുടെ കേരളത്തിൽ നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്. അഡ്മിനിസ്ട്രേഷനിലൊക്കെ ബന്ധുക്കളും അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതെ. കംപ്ലീറ്റ് ഫാമിലി, ഞങ്ങൾ തന്നെ 14 പേരുണ്ട് ഫാമിലി തന്നെ ഈ സ്ഥാപനത്തിൽ. അതെ. പരിചയപ്പെടണം. പരിചയപ്പെടാം. എല്ലാവരും പിന്നെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. നമ്മള് വളർന്നു വരുന്ന വഴിയില് നമ്മുടെ കുടുംബത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക വലിയൊരു കാര്യമാണ്. അത് ഭയങ്കര പിന്നെ ബർക്കത്തുള്ള ഒരു കാര്യം കൂടിയാണുള്ളത്. അതെ. 2 പേര് ഇപ്പൊ ഇവിടെ ഇല്ല, ഇമ്പോർട്ടൻ്റ് 2 പേര്. ഡെൻമാർക്ക് പോയതാണ്. അവിടെ നമുക്കൊരു എക്സിബിഷൻ ഉണ്ട്, ഒരു 4 ദിവസം കണ്ടേ വരുള്ളൂ. പിന്നെ സാറിന്റെ കൂടെ എപ്പോഴും വലം കൈയായിട്ടുണ്ടാകുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ. അത് പിന്നെ എന്താണ് പുള്ളിയുടെ പോസ്റ്റ്? 4 വർഷമായി. പിന്നെ മുസ്തഫ ഈജിപ്ഷ്യൻ. ഇത് കണ്ടു. അതെ, എല്ലായിടത്തും ഉണ്ടാവും കൂടെ. അത് നമ്മുടെ ഓപ്പറേഷൻ ടീം. ക്യാപ്ഷൻ കണ്ടോ? ഒരു ബോസിനെ ഇത്രയധികം എനിക്ക് വന്നവരുമ്പോൾ അത്രയും സ്നേഹമാണ് അല്ലേ? ഇവിടെ നല്ല യൂണിറ്റിയാണ് കുട്ടികളൊക്കെ, എല്ലാവരും നല്ല യൂണിറ്റിയിലാണ്. പിന്നെ അല്ല. മുസ്തഫയുടെ പോസ്റ്റ് എന്താണ്? മുസ്തഫയുടെ പോസ്റ്റ്, അവൻ ട്രെയിനറാണ് ഒന്ന്, പിന്നെ അവൻ ആർമി മാനാണ്, പിന്നെ അവൻ ക്യാപ്റ്റനാണ്. ശരി. പിന്നെ അവന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന അബുദാബി ഓപ്പറേഷൻസ് മാനേജറാണ്. ഒരു ഓൾറൗണ്ടർ, എല്ലാവർക്കും ചെയ്യും. ഞാൻ കണ്ടു അത് എല്ലാ കാര്യത്തിലും വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയും. ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം പുള്ളിനെ വിളിച്ചിട്ട്. എന്തായാലും അവനൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ് കമ്പനിയിൽ. പിന്നെ നമുക്കിപ്പം 3 ബ്രാഞ്ചുകളുണ്ട്. ദുബായ് ഹെഡ് ഓഫീസായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നു. അബുദാബിയിൽ ഒരു ഓഫീസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്. ഒരു 23 വിസ ഹോൾഡേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ബിഗസ്റ്റ് ബേസിസ് ഫുജിയറയാണ്. എൻ്റെ ചെറിയ അനിയനും എൻ്റെ വൈഫുമാണ് അവിടെ നോക്കുന്നത്. പിന്നെ സിസ്റ്റർ 2 മക്കളും. അപ്പൊ അവർ 4 പേരാണ്. ഫാമിലി കംപ്ലീറ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ UAE തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്, ദുബായ്, അബുദാബി, ഫുജിയറ. പിന്നെ ഒരു ബേസ് ഒമാനിലുണ്ട്. അതെ. അവിടെ നോക്കുന്നത് ഏട്ടന്റെ മോനാണ്. ഇവിടുത്തെ നിങ്ങളെപ്പോൾ തന്നെ അത്യാവശ്യം സൈസ് ഉള്ള ഒരാളാണ്. പിന്നെ അവൻ പ്രൊഫഷണൽ ഡൈവറാണ്. അവരൊക്കെ സൗത്ത് ആഫ്രിക്ക പോയിട്ട് പഠിച്ചവരാണ്. അങ്ങനെ ഇവിടെ തന്നെ കോഴ്സ് തുടങ്ങുന്നതിനെ അങ്ങനെ ഈ വെയർഹൗസിന്റെ അപ്പുറത്തെ വെയർഹൗസിൽ ഒരു അക്കാഡമി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഡൈവ്ടെക് അക്കാഡമി എന്ന ടൈറ്റിലിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ആ പ്ലാൻ തുടങ്ങി 2 വർഷമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കൊറോണ വന്നൊക്കെ ഡിലേ ആയിപ്പോയി. പിന്നെ മുസ്തഫ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ മുസ്തഫ ഉണ്ടല്ലോ. അപ്പം പിന്നെ ട്രെയിൻ ചെയ്യാൻ ഓൾറെഡി ആളിവിടെ ഉണ്ട്.
അപ്പം ഇൻഷാല്ല ഒരു 2 മാസത്തിനുള്ളിൽ വലിയ നാളിന് മുമ്പ് അത് കമ്മീഷൻ ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാന്. തീർച്ചയായിട്ടും അത് ധാരാളം ആളുകൾക്ക് വൻ തൊഴിൽ സാധ്യതയുള്ള ഒരു സംരംഭമാണ്. അല്ല, ഈ ഡൈപ്ടെക് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട്. പക്ഷെ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കും, എന്താണ് ഒരു ഡ്യൂട്ടിയുടെ നേച്ചർ എന്നുള്ളത്. ഇത് നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് അണ്ടർ ദ വാട്ടർ ആണ്. കരയിൽ നമുക്ക് ഒരു ഓപ്പറേഷൻസും ഇല്ല. മെയിനായിട്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷിപ്പിന്റെ വർക്കുകളാണ്. ഇപ്പം വലിയ വലിയ സൂപ്പർ ടാങ്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗൾഫിലേക്ക് വരുന്ന ഈ സൂപ്പർ ടാങ്കറുകൾക്ക് എപ്പോഴും മറൈൻ ഗ്രോത്ത് ഉണ്ടാവും താഴെ, ഇതിന്റെ ഏറ്റവും അടിയിൽ. എത്ര മീറ്റർ ആഴത്തിലായിരിക്കും അത്? ഒരു 15 മീറ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 22 മീറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ, 20 മീറ്റർ വരെ. അത് വലിയ സൂപ്പർ ടാങ്കറൊക്കെ ആണെങ്കിൽ ലോഡഡ് ആണെങ്കിൽ 22 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടാവും. അത്ര അടിയിലേക്ക് മുങ്ങിയിട്ട് ഇതിന് സ്പെഷ്യൽ മെഷീനറി ഉണ്ട്. അതിന് ബ്രഷ് കട്ട് എന്ന് പറയും. അത് ഹൈഡ്രോളിക് പവറിൽ റൺ ചെയ്യുന്ന മെഷീനാണ്. അതിന് 3 ബ്രഷ് ഉണ്ടാവും അടിയിൽ. ഈ ബ്രഷുകൾ ഡൈവർ കൺട്രോൾ ചെയ്യും. അപ്പം ഈ മറൈൻ ഗ്രോത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പുകൾക്ക് ഒരുപാട് ഫ്യൂൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീഡും കിട്ടും. ചെറിയ ഘർഷണം ഉണ്ടാവും. അതാണ് ഇതിന്റെ മെയിൻ ഒരു ആക്ടിവിറ്റി. പിന്നെ ഓരോ ഷിപ്പുകൾക്കും സർവേ ഉണ്ടാവും. ചിലർക്ക് 2 ഇയേഴ്സിലായിരിക്കും, 3 ഇയേഴ്സിലായിരിക്കും. ഈ സർവേ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ അപ്രൂവൽ വേണം. നമ്മള് നാട്ടില് വണ്ടിയൊക്കെ ബ്രേക്കിന് എടുക്കുമ്പോൾ അല്ലെ, ഇത് ഓക്കെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം, വർക്കിംഗ് കണ്ടീഷൻ. അതായത് പിന്നെ സർവേ ബോർഡുകൾ പറഞ്ഞാൽ ഒന്ന് US ആണ്, ABS എന്ന് പറയും, അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ്. പിന്നെ UK ആണ് ലോയേഴ്സ് രജിസ്റ്റേർഡ്. പിന്നെ ഇന്ത്യൻ്റെ ആണെങ്കിൽ പേരിപ്പം എന്താണ് ഓർക്കുന്നില്ല എനിക്ക്. ഇന്ത്യൻ്റെ സെയിം UK സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഇറ്റലിയുടെ ആണെങ്കിൽ റീന എന്ന് പറയും. ജപ്പാന്റെ ആണെങ്കിൽ NK ക്ലാസ് NK എന്ന് പറയും. പിന്നെ ജർമ്മനിയുടെ DNV GL എന്ന് പറയും. അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഈ ക്ലാസ് അപ്രൂവൽ ഉള്ള കമ്പനിക്ക് മാത്രമേ ഈ സർവേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അത് എൻ്റെ കമ്പനിക്ക് എല്ലാ അപ്രൂവൽ ഉണ്ട്. 10 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ 10ത്തിന്റെ അപ്രൂവൽ നമ്മുടെ കമ്പനിക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഷിപ്പിന്റെ പ്രോപ്പല്ലർ ഇടക്കിടക്ക് പോളിഷ് ചെയ്യണം. അത് സ്പീഡിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇത് പിടിക്കാൻ മതി അല്ലേ? അതായത് ഒരുതരം എന്താ പറയാ, ഞാനിപ്പോ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കായതുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച പോലെ ടെക്നിക്കൽ വേർഡ്സ് വരുന്നില്ല. കാരണം ഇപ്പോഴൊക്കെ യങ്സ്റ്റേഴ്സ് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഫീൽഡ് കംപ്ലീറ്റ്. മുതലാളിയായപ്പോ ജീവനക്കാരെ വിട്ടിട്ടാണ് ഇങ്ങനെ അടങ്ങി. ഇന്ത്യന്റെ രജിസ്ട്രേഷന്റെ പേര് IRS എന്നാണ്, ഇന്ത്യൻ രജിസ്റ്റർ ഷിപ്പിംഗ്. അത് എക്സാക്ട്ലി സെയിം UK സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫീൽഡ് പറഞ്ഞാൽ വളരെ റിസ്കി ഫീൽഡ് ആയതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തേ ഒക്കുള്ളൂ. അപ്പൊ അതിലാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുക, അക്കാഡമി തുടങ്ങാൻ പോകുന്നത്. അല്ല, ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത് ഡൈവിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡൈവിംഗ് ട്രെയിനിങ് കൊടുക്കുക. ഇതിപ്പോ ചെയ്യാലോ, പലരും ഇപ്പൊ 2 തൊഴിൽ എന്നുള്ള രീതിയിൽ ചെയ്യാം, ഒരു എന്റർടൈൻമെന്റ്. പിന്നെ പലരും അങ്ങനെ ഉണ്ടല്ലോ, ചെയ്യാൻ പറ്റും. പക്ഷേ കൊമേഴ്സ്യലിലേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടി ഹൈ ലെവൽ സർട്ടിഫിക്കേഷൻ വേണം. അത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് തന്നെ കുറച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോണത് പിന്നെ ഇതല്ലേ, എന്റെ മനസ്സിൽ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഡൈവിംഗ് പഠിപ്പിക്കേണ്ടവർക്ക് പഠിപ്പിക്കുക. ഒന്ന്. രണ്ടാമത് നമ്മുടെ ഉദ്ദേശം നമ്മുടെ സെയിം ടൈം ഏതെങ്കിലും ഒരു അപ്രൂവൽ ബോഡിയുടെ അപ്രൂവൽ കിട്ടുമോ നോക്കണം. അത് പെട്ടെന്ന് കിട്ടില്ല. അതെ. കാരണം ഇവർക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ വേണം. അപ്പം അതിനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡൈവിംഗ് പഠിപ്പിക്കുക. പിന്നെ സെയിം ടൈമിൽ നമ്മളത്തെ ഡോക്ടർ ഉണ്ട്, ഡൈവിംഗ് മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ഉണ്ട്. അപ്പം മെഡിക്കൽസ് വളരെ സ്ട്രിക്റ്റ് ആണ് ഈ ഡൈവിങ്ങിൽ. ഞാനൊരു ഡോക്ടർ UK വിട്ട് കോഴ്സ് ചെയ്യിച്ചു. അപ്പം നമ്മളൊരു ചെറിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ കൂടി ഉണ്ട് ആ കൂട്ടത്തില്. എന്താ വെച്ചാല് ഡൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസീസും നമുക്ക് പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി സെപ്പറേറ്റ് അങ്ങനെ ഒരു ക്ലിനിക്ക്, അതാണ് എന്റെ പ്ലാൻ. ചെറുതായിട്ട്, അത് ഹൈ ലെവൽ ആയിട്ടില്ല, ചെറിയ ലെവലിൽ തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം. കാരണം പിന്നെ ചേംബർ ട്രീറ്റ്മെന്റും പിന്നെ ഡൈവിംഗ് മെഡിസിൻസും പിന്നെ ഡൈവേഴ്സിന് വേണ്ട മെഡിക്കൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലിനിക്ക് ആയിരിക്കണം. അതാണ് നമ്മുടെ മനസ്സിലെ ഉദ്ദേശം. വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ക്ലിനിക്കിന് വർക്ക് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ജനറലും കൂടി ഉണ്ട് അവിടെ.
അപ്പോൾ എന്താണ് ബാക്കി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടാവുമല്ലോ? ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നു വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, പല മേഖലയിലേക്കും വരുന്നവരുണ്ട്. കമ്മിറ്റ്മെന്റ് വേണം, പിന്നെ എന്തൂസിയാസം വേണം, അതിനുള്ള മനസ്സ് വേണം. എങ്കിൽ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതിന്റെ ഇടക്ക് കുടുംബത്തെ കുറിച്ച് ചോദിക്കാൻ മറവിട്ടുപോയി. പറയുകയാണെങ്കിൽ എനിക്ക് 3 കുട്ടികളുണ്ട്. പിന്നെ 2 പെണ്ണും 1 ആണും. എന്റെ മൂത്ത മോള് ഡോക്ടറാണ്. ഇപ്പൊ അവള് UK ഒരു കോഴ്സ് ചെയ്യാൻ പോയതാണ്. പിന്നെ 2ാമത്തെ മോള് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയിൽ. 3ാമത്തത് ആൺകുട്ടി, അവനിപ്പോ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. എന്റെ കൂടെ തന്നെ ഇവിടെ ട്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓഫീസ് തന്നെ ഉണ്ട്. അപ്പൊ നമുക്കിനി പിന്നെ സാറിന്റെ സ്ഥാപനത്തെ ഒന്ന് ഷൂട്ട് ചെയ്യാം, മൊത്തം കാണാം. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സ്റ്റാഫിന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക് ഈ മേഖലയിലുള്ള ആളുകൾ. തീർച്ചയായിട്ടും, കാരണം ഇനി തുടങ്ങാൻ പോകുന്ന ഈ പിന്നെ സ്ഥാപനം വളരെ സാധ്യതയുള്ള ഒരു സാധനം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒക്കെ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള, ഭാവിയിൽ ഒരുപാട് സാധ്യത. കാരണം ആഴക്കടലിൽ കപ്പലിന്റെ ഷിപ്പിങ്ങിന്റെ റിപ്പയറിങ് മാത്രമല്ല, വേറെയും പല മേഖലയിലും ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലേ? അപ്പോൾ അതും കൂടെ കാണാം. പിന്നെ കലാം സാഹിബിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഈ ചാനലിന്റെ സർവ്വവിധ പിന്തുണ ഇനി വരാൻ പോകുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഫൈസല് നമ്മുടെ കുടുംബം തന്നെയാണ്, പെങ്ങളുടെ മൂത്ത മകനാണ്. ഇവിടുത്തെ ഓവറോൾ ഡയബ്ടെക്കിന്റെ എക്യുപ്മെന്റ് ഇൻചാർജ് ഇവരാണ്. അതിന് വളരെയധികം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫീൽഡിൽ. അതുപോലെ സേഫ്റ്റി ആയിട്ടുണ്ട്, പിന്നെ ക്വാളിറ്റി ആയിട്ടുണ്ട്, പിന്നെ US എന്നൊരു കോഴ്സ് ഉണ്ട്, ഈ ഹെൽമെറ്റിന്റെ കോഴ്സ് ഉണ്ട്, അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എക്യുപ്മെന്റ് ഇവന്റെ തന്നെ നോളജ് ഇവിടെ ഒരു കുട്ടിക്കും ഇല്ല. അപ്പം ആർക്ക് എക്യുപ്മെന്റ് വേണമെങ്കിലും, ദുബായ്ക്കാർക്കോ അബുദാബിക്കാർക്കോ ഫുജേറക്കാർക്കോ ഒമാൻകാർക്കോ, നമ്മൾ ഏത് ഡിവിഷനിലെ എക്യുപ്മെന്റ് വേണമെങ്കിലും അതിന്റെ മെയിൻ ചാർജ് അവനാണ്. കാരണം അവനില്ലാണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസ് ഡൗൺ ആണ്. ഓപ്പറേഷൻസിൽ ഏറ്റവും അധികം ഇൻപുട്ട് തരുന്ന വ്യക്തിയാണ് അവൻ. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കംപ്ലീറ്റ് കുടുംബങ്ങളാണ് കമ്പനിയിലുള്ളത്. പിന്നെ ഇവന്റെ സപ്പോർട്ട് ചെയ്യാൻ ചുരുങ്ങിയ ഒരു 10 പേരുണ്ടാവും. വെൽഡർമാർ 2 പേരുണ്ട്, ടെക്നീഷ്യന്മാർ 2 പേർ വേറുണ്ട്, ലൈറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ കാർപ്പൻട്രിയും മേസൺ വർക്കും ചെയ്യാനുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിന് ടീം അവൻ അണ്ടറിലുണ്ട്. ഓവറോള് എക്യുപ്മെന്റ് മാനേജ് ചെയ്യുന്നത് അവനാണ്. ദ ഹോൾ UAE ഓർ ഒമാൻ ഓർ ഖത്തർ ഡിവിഷൻസിലേക്കുള്ളത്. ഓക്കെ, അപ്പം ഇനി ഒന്നും ചോദിക്കാണ്ട് നിങ്ങൾ നേരിട്ട് ചോദിച്ചോളി. പിന്നെ എൻ്റെ നോളജ് പ്രകാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. MD എന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ എത്ര വർഷമായി ഇവിടെ എക്സ്പീരിയൻസ്? ഞാൻ ഓൾമോസ്റ്റ് ഒരു 18 വർഷത്തോളമായി. ഇവരനുഭവം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മഞ്ചേരി? അനുഭവം എന്താണ്, ആളെന്നെയാണ് എല്ലാം പഠിപ്പിച്ചത്. ഇവിടെ തന്നെയാണ് തുടങ്ങിയത്. ഇവിടെ തന്നെ നമ്മളെല്ലാം എക്സ്പെരിമെന്റ് ചെയ്തു. നമുക്ക് കുറെ ചലഞ്ചസ് ഉണ്ടായ സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി. അയാൾ അവസരം പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഡിവിഷൻ കൂടി അങ്ങനെ ഈ പറഞ്ഞ പിന്നെ എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമുള്ള കസ്റ്റമൈസ് ചെയ്യാനും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ പഠിച്ചത്. അത്യാവശ്യം നമ്മളുടെ ഡയബ്ടെക്കിനും പിന്നെ അതല്ലാതെ ഡയബ്ടെക്കിൻ്റെ സിസ്റ്റർ കമ്പനി ഉണ്ട്, ഇപ്പോൾ ഒരു ഗ്ലോബൽ ഡൈവിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് രണ്ടും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ട എക്യുപ്മെന്റ്സും ചെയ്യുന്നുണ്ട്, പിന്നെ പുറത്തേക്കും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടി വന്നിട്ടില്ല, കാരണം പേര് ചോദിക്കാൻ പറഞ്ഞു. ഫൈസൽ മുഹമ്മദ് ഫൈസൽ. സ്ഥലം തന്നെ നാട്ടിൽ തന്നെ. നമ്മുടെ ഈ പിന്നെ കലാം സാഹിബ് ഇതൊന്നും പുറമെ ആർക്കും വിട്ടു കൊടുക്കത്തില്ല. മൊത്തം എത്ര സ്റ്റാഫുണ്ട്? ടോട്ടലിപ്പോൾ ഞാൻ അടക്കം 101 ആളുണ്ട്. അപ്പൊ ഈ 101 ആളിൽ വലിയൊരു ശതമാനം കുടുംബക്കാരും ബന്ധുക്കളും. അല്ല, അത് വലിയൊരു കാര്യമാണ്, അത് എടുത്തു പറയാക്കാൻ വയ്യ. നമ്മൾ വളരുമ്പോൾ നമ്മുടെ കുടുംബത്തെ നമ്മോടൊപ്പം പിടിച്ചു കൊണ്ടുവരാൻ
ടെക്നീഷ്യനാണ്. വിനേഷ് എവിടെ സ്ഥലം ഇവിടെ? പെരുമ്പടങ്ങന നാട്ടുകാരാണോ? കുറെ നാട്ടുകാരുണ്ട്. വേറെ ഉണ്ട്. ഇന്നിപ്പോ ഒരാള് ഉണ്ട്, ആള് ഓഫ്ഷോർ കഴിഞ്ഞിട്ട് ആളുണ്ട്. പ്രണവ് ഉണ്ട്, നമ്മുടെ പള്ളിപ്പുറത്താണ്. പ്രണവുണ്ട്. രാത്രി വർക്ക് ആയതുകൊണ്ട് പോയി കിടന്നുറങ്ങി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടൊരു എക്യുപ്മെന്റ് ആണ്. ഇതിന് എയർ ഡൈവിംഗ് സ്റ്റേഷൻ എന്ന് പറയും. ഇത് ഒരു 3 ഡൈവർക്ക് ഒരേ സമയം വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആളുടെ മോണിറ്ററിങ്ങും അതേമാതിരി അവരുടെ കമ്മ്യൂണിക്കേഷന്, അവരുടെ എയർ, അവരുടെ എമർജൻസി എയർ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എക്യുപ്മെന്റ് ആണ്. ഈ ഭാഗത്ത് പാനല്, TV സിസ്റ്റം, കമ്മ്യൂണിക്കേഷന്, പിന്നെ ഡൈവർ എയർ സോഴ്സ്, ബാക്കി മിനിമം സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ ഒക്യുപ്ഡ് ആണ് അതിൽ. ഇദ്ദേഹം മുസ്തഫ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാൾ നല്ലത് കലാം സാഹിബിന്റെ മനസ്സാക്ഷി സൂക്ഷ്മകാരനാണ്. അപ്പൊ ഒന്നും കൂടി അദ്ദേഹം തന്നെ ഡയറക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അതിനൊന്നും കൂടി എന്താ പറയാ, ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, കലാം സാറ് വളരെ മനോഹരമായിട്ട് ശബ്ദത്തിലേക്ക് അസൂയ വന്നു പോയി നമ്മളെക്കാളും ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫ്ലാറ്ററിങ് ആണ് നസർഖാന്റെ സൈഡിൽ നിന്ന്. ഞാൻ പറയുന്നത് മുസ്തഫ from Egypt. He's a captain, he's a marine diver, he's a trainer. അപ്പം ഇവിടുത്തെ ഓവറോൾ ഇൻചാർജ് ഡൈവിങ്ങിൻ്റെ എന്ന് പറയാം. തന്നെയല്ല, എൻ്റെ നാസർ പറഞ്ഞ മാതിരി മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനും കൂടെയാണ്. വളരെ റിലയബിൾ അസിസ്റ്റൻ്റ് ആണ്. എന്താവശ്യം നമുക്ക് എൻ്റെ കൂടെ നടക്കുന്ന ആളാണ്. ഈവൻ കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവർ നാട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുസ്തഫയെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷേ ഇംഗ്ലീഷിലോ അറബിയിലോ ചോദിക്കണം. Musa, you want to say something in Arabic and English? Just tell them. Okay. Briefly, in 1 minute or 2 minutes. It's our pleasure to meet you. Here we need to introduce a little bit about our website, what we're running here. Here we are trying to develop the market here with a professional work for the underwater service. Our priority for the safety is here in Dive Tech, especially in Dive Tech. We care about our safety for all divers. All the safety management, for the safety certificate, for the safety for the site, the permit, everything. This is our priority here for the tech. We try to give the clients a more satisfied, successful work and make sure everything gets be complete successfully. Here we are running also a training center here. So we are managed between the operation and the training. From time to time also we give our divers after some work, after some time we have here monthly annual meeting, safety meeting to check everything is working well, everything is good, and we are following every day all the operation for the safety work, for the operation process. This is we're trying to do here, and inshallah we in the future inshallah we hope to develop more and expand everywhere at the OGC countries. നസർക്ക, ഇത് അമീൻ ജമാൽ, ഇത് ആമിർ ജമാൽ. ഇവർ രണ്ടുപേരാണ് ദുബായിലെ ഓപ്പറേഷൻസ് ടീം. ഇവൻ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ്, അവൻ അസിസ്റ്റന്റ്. പക്ഷെ വർക്ക് ചെയ്യണവനാണ്, ഇപ്പം കടന്നുറങ്ങലാണ്. അത് ഇത് മോനാണ്? അല്ലല്ല, ഇത് ഇവന്റെ അനിയനാ. ഇതൊക്കെ കുടുംബങ്ങൾ പറഞ്ഞില്ലേ, ഇത് അനിയന്റെ മക്കളാണ്ട് വരും, ബ്രദറിന്റെ മക്കളാണ്. അത് ഓപ്പറേഷൻസ് ടീമിലെ ഹെഡ്, ദുബായ് ഓപ്പറേഷൻസിന്റെ, ദുബായ് അബുദാബി ഓപ്പറേഷൻസിന്റെ മെയിൻ ആണ് ഇവർ രണ്ടുപേരും. ഇവൻ ഓപ്പറേഷൻ മാനേജർ, ഇവൻ അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ. ഓക്കെ, അപ്പം പിന്നെ ഇവരാണ് കംപ്ലീറ്റ് ഡൈവിംഗ് ഓപ്പറേഷൻസും വർക്ക് പിടിക്കുന്നതും വർക്ക് കൊടുക്കുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ ഇവരാണ്. ഇവരെല്ലാം ഉണ്ടെങ്കിൽ റവന്യൂ ഇല്ല. അപ്പം അങ്ങനെ ഒരു സീക്രട്ടിന്റെ അടിയിലുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിമാൻഡ് കിട്ടും. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നില്ല. മനസ്സിലായില്ലേ? കുടുംബങ്ങൾ തന്നെയാണ്, അനിയന്റെ മക്കളാണ്, ഇവിടെ ദുബായിൽ പഠിച്ചതുമാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് പറയാം. മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു കാര്യം, പിന്നെ ഈ സ്ഥാപനത്തെ കുറിച്ച് ഇപ്പോ എങ്ങനെയാണ് പാട്ട്, അപ്പൊ ഇനി പുള്ളി ഇരിക്കണമെന്ന് വെച്ചിട്ട് വേണ്ട, എന്തെങ്കിലും മോശം അഭിപ്രായം അതും പറയാം, നല്ല അഭിപ്രായം അതും പറയാം. നമുക്ക് താല്പര്യം എന്താ വെച്ചാൽ ചാനലുകാരാകുമ്പോ എപ്പോഴും കുറച്ച് നെഗറ്റീവ് കൊടുക്കാറാണ്. ആക്ച്വലി ഇതിന്റെ 7th ഇയർ ആണ് ഡൈവ് ടെക്കില്. 2018 ജോയിൻ ചെയ്തതാണ് ആഫ്റ്റർ ഗ്രാജുവേഷൻ. ഫ്രഷറായിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ ബോസിന്റെ ഗൈഡൻസ് ഒക്കെ വെച്ചിട്ട് വളർന്നു വന്നു, ഗ്രോത്ത് വന്നു.
അൽഹംദുലില്ലാ ഹാപ്പിയാണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. പുതിയ തലമുറയാണ് അതെ, താങ്ക് യു. നന്നായിട്ട് ഇത് ശരിക്കും ഫാമിലി ടെക് ആണ്, ഡൈവ് ടെക് അല്ല. തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ടെക്കാണ് അല്ലേ? ഡൈവ് ടെക് ആണ് കൂടുതൽ അങ്ങനെ പറയാന്ന് പറയാം. ആമിനോട് പറയാണ്ടേ ചോദിച്ചോളൂ. മാസക്ക ആമിർ അസിസ്റ്റന്റ് ആണോ? അതെ, ആമിർ എന്ത് പറയുന്നു? ആമിർ വർക്ക് ചെയ്യും, ഏറ്റവും റെഡിയാണെങ്കിൽ ആമിർ വർക്ക് ചെയ്യും. അതെ. ഉണ്ടെങ്കിലും അവനാണ്ട് ഗൈഡൻസ് അവനടുത്താണ് ഞാൻ എന്ത് ചോദിച്ചിട്ടും പറയാം, അവന്റെ ഗൈഡൻസ് തന്നെ വർക്ക് ചെയ്യുന്നത്. ആരോഗ്യകരമായ ഒരു മത്സരം എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇതെന്റെ 5th ഇയർ ആണ്. ഞാൻ 2020 ജോയിൻ ചെയ്തത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോ കയറിയപ്പോ ആദ്യം ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ വൈറ്റ് കോളർ ജോബ് അല്ല, എൻ്റെ ഡിഫറെന്റ് ഫീൽഡാണ്. മറൈൻ ഫീൽഡിൽ തന്നെ ഒരു ഡിഫറെന്റ് സെക്ടറാണ് ഡൈവിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഡൈവിംഗ് ഫീൽഡ് അങ്ങനെ ഫീൽഡ് പൊതുവെ ആൾക്കാർക്ക് അറിയില്ല, നമ്മുടെ മലയാളത്തിൽ അറിയില്ല. അത് പറയുമ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ആകാംക്ഷയാണ് എന്താ കാരണം അറിയാൻ. അപ്പൊ അങ്ങനെ ഓരോന്ന് പഠിച്ചു നമ്മൾ പലതരം ദിവസങ്ങളിൽ പലതരം ഓപ്പറേഷനിൽ പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ മുത്താപ്പാന്റെ ഗൈഡൻസിലും ഗൈഡൻസിലും ഞാൻ പഠിച്ചു വന്നതെല്ലാം കണ്ടില്ല. ഉപ്പ മകനെ പരിചയപ്പെടുത്തുമ്പോ അതിന്റെ പ്രത്യേകത ഉണ്ടാവുമല്ലോ അല്ലെ? ഈ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ മകനെന്നോ ബന്ധുക്കളൊന്നും ഇല്ല, എല്ലാവർക്കും തുല്യ പരിഗണനയാണ്. അവരുടെ ജോലിയുടെ കഴിവിനനുസരിച്ചാണ് അവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ എന്താണ് മോനെ കുറിച്ച് പറയാനുള്ളത്? ഒരു പയ്യനാണ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ വന്നത്. എത്ര വർഷമായി ജോയിൻ ചെയ്തിട്ട്? ഒരു വർഷമായിട്ടുള്ളൂ. ചെയർമാൻ തന്നെ MD തന്നെ പരിചയപ്പെടുത്താം. ഇല്ല, ബേസിക്കലി എനിക്ക് അത്യാവശ്യം ഇപ്പം എന്താ പറയാ, ഏജ് ഒക്കെ ആയി, ഇനി റെസ്റ്റ് വേണം. അപ്പം എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. അപ്പം അവനെ ഒന്ന് ഫീൽഡിൽ കറക്കാം. അതുകൊണ്ട് അവനെ നമ്മൾ ബിസിനസ്സിനെ പഠിപ്പിച്ച് IBM കോഴ്സ്, നമ്മുടെ MBA-ക്കുള്ള ഈക്വൽ ആയിട്ടുള്ള കോഴ്സ് ചെയ്യിച്ചു. പിന്നെ ബ്രിട്ടീഷ് കോളേജിലാണ് പഠിപ്പിച്ചത്. അങ്ങനെ അവനിപ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും 1-2 വർഷം കൊണ്ട് ഓവറോൾ ഇൻചാർജ് എടുക്കാനുള്ള കപ്പാസിറ്റി ആകും എന്നുള്ള ഒരു ഹോപ്പില്, കുറച്ച് അനുഗ്രഹം കൊണ്ട് അവനങ്ങനെ. അതെ. അപ്പോ എനിക്ക് പറയാനുള്ളത് ഈ ബിസിനസ് മാത്രമല്ല, വാപ്പയുടെ കുറെ നല്ല ഗുണങ്ങളുണ്ട്. അത് പിന്തുടർന്ന് പോകണം. അതിലെ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് നന്മകൾ. അതന്നെയാണ് അദ്ദേഹത്തിന്റെ വളർച്ച കാരണം. ബേസിക്കലി എല്ലാവരും ഒരേ, പിന്നെ എല്ലാവരും ഒരുപോലെ പരിഗണിക്കുക. എംപ്ലോയീസിനെ കംപ്ലീറ്റ് അവരുടെ റിക്വയർമെന്റും അവരുടെ ആവശ്യങ്ങളും നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കുക. പിന്നെ ആർക്കും 100% ഹാപ്പിയാക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എംപ്ലോയീസിന് അവരുടെ റിക്വയർമെന്റും അവരുടെ പ്രശ്നങ്ങളും കഴിയുന്ന പരമാവധി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഇത് മുഹമ്മദ് അനസ്, നമ്മുടെ ഫൈനാൻസ് മാനേജർ, ചീഫ് അക്കൗണ്ടന്റ്, ഓവറോൾ അക്കൗണ്ട്സും എല്ലാം നോക്കുന്ന ഇവനാണ്. ഇവൻ അണ്ടറിൽ വേറെ ടീമുണ്ട്. പിന്നെ ഒരു അസിസ്റ്റന്റ് ദുബായിലുണ്ട്, ഒരു അസിസ്റ്റന്റ് ഫുജറയിലുണ്ട്, പിന്നെ ഒമാനില് ഒരാളുണ്ട്. അങ്ങനെ ഓവറോൾ കമ്പനിയുടെ റവന്യൂ, കമ്പനിയുടെ എക്സ്പെൻസ്, കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ കൺട്രോളിങ് അനസാണ്. സാമ്പത്തിക കൈകാര്യം അനസാണല്ലേ? അപ്പോ സാധാരണ പഴമക്കാർ പറയും പണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പക്ഷിനെ പിടിക്കുമ്പോഴേ പിടിക്കണം, ഉറക്കി പിടിച്ചാൽ ചത്തുപോകും, അയച്ചു പിടിച്ചാൽ ഇടയിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടന്റ് വേണ്ടത്. ചെയർമാൻ MD അത്ര വലിയ പിടുത്തക്കാരനല്ല അല്ലേ? ആണല്ലേ? എന്താണ് നിങ്ങളുടെ ഇതിന്റെ ഫസ്റ്റിലേക്ക് ഓവറോൾ ഷെയറിനാണ്, ഷെയറിനാണ്. അപ്പം കുറച്ചായിട്ട് ബിസിനസ് മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീഷനാണ്. അതിന്റെ പെർഫെക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. കുഴപ്പമൊന്നുമില്ല, ഷെയറിനകത്തിൽ പോകുന്നുണ്ട്. സാധാരണ അക്കൗണ്ടന്റുമാരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ മുതലാളിമാർ സമ്മതിക്കാറില്ല. കാര്യത്തിന്റെ സാമ്പത്തിക ഇതിനെ കുറിച്ചൊക്കെ വല്ലതും ചൂർന്നു പോകുന്ന കരുതിയിട്ട്. എന്തായാലും ഈ സ്ഥാപനത്തിന്റെ കൂട്ടായ്മ ഇതാണ്, എല്ലാവരും കൂടി ഒന്നിച്ചുകൊണ്ട് ആ ഒരു ബന്ധം അത് നിലനിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും. നമ്മൾ ഈ സ്ഥാപനത്തിന്റെ നെടുന്തൂണുകളാണ് അല്ലേ എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ എപ്പോഴും പിന്നെ കലാം സാഹിബോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാം സൽമ, പേരങ്ങനെ തന്നെ അല്ലേ? ഇത് അഷ്റഫ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലേ? കലാംകയുടെ അനിയനും കൂടിയാണ് ആണല്ലേ? അപ്പൊ എപ്പോഴും നോക്കിയാലും പറയും എന്റെ മോൾ അവിടെ ഉണ്ട്, അവളാണ് ഇതിന്റെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് എന്ന്. ഇനി അത് എനിക്ക് ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയാനൊന്നും അറിയില്ല. എന്തെല്ലായാലും അതിന്റെ വസ്തുതകള് കലാം സാഹിബ് തന്നെ പറയും. അല്ല, ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി സ്റ്റാർട്ട് 2004 2004 ലാസ്റ്റ് തന്നെ ഇവള് ജോയിൻ ചെയ്തു. 2005 ബിഗിനിങ്ങിൽ ഇവള് കൂടെ ഉണ്ട്. അന്ന് ഞങ്ങൾ ആകെ 5 പേരുള്ളൂ, അവളടക്കം 6 സ്റ്റാഫുള്ളൂ. അപ്പം അവൾ അന്ന് മുതലേ കമ്പനിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഇടയ്ക്ക് പിന്നെ ഒരു 2 വർഷം അവളത് മാറി നിന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഫുജറിലേക്ക് ഓവറോൾ
അങ്ങോട്ട് മാറ്റി കംപ്ലീറ്റ് ഫുജറ ബേസ് ഇവർ അണ്ടറിലായി കൊടുത്തു. അതെ, ഫുജറ കംപ്ലീറ്റ് ബേസ് ഓൾമോസ്റ്റ് ഇത്രയുള്ള ബേസ് അവിടെയുണ്ട്. ഓൾമോസ്റ്റ് ദുബായിലുള്ള അതുപോലൊരു ബേസ് അവിടെയുണ്ട്. അത് ഇൻഷാല്ല സമയം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അപ്പം ഇവരാണ് കംപ്ലീറ്റ് ഫുജറ ഹാൻഡിൽ ചെയ്യുന്നത്. ഓവറോൾ ഇപ്പോൾ എന്താ പറയുക, പ്രപ്പോസലും ക്ലയൻറ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നതൊക്കെ അവളാണ്. പിന്നെ ഇവൻ പിന്നെ ഓവർ അഡ്മിനിസ്ട്രേഷൻ പിന്നെ ഓപ്പറേഷൻസ് നോക്കുകയാണ്. പിന്നെ നമുക്കൊന്നും ചോദിക്കാണ്ട് നേരിട്ട് നിങ്ങൾക്ക് സൽമയോട് ചോദിക്കാം. ഇത്രയും വർഷത്തെ ഒരു അനുഭവമാണ്, പ്രത്യേകിച്ചും ഒരു സ്ത്രീ, അതും എനിക്കൊന്ന് പെരുന്തൽമണ്ണ അല്ലേ, ആ ഒരു ചെറിയ ടൗൺ, മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് പെരുന്തൽമണ്ണ കുറച്ച് വലിയ ടൗൺ തന്നെയാണ്. എന്നാലും അവിടുന്ന് വന്നിട്ട് സാധാരണ സ്ത്രീകൾ ചെയ്യാത്ത ഒരു മേഖലയാണ്. എന്താണ് ഉണ്ടായിട്ടുള്ളത് ഈ ഫീൽഡിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവച്ചാൽ ബാക്കി സ്ത്രീകൾ കൂടി ചിലപ്പോൾ പ്രചോദനമായത്? സർ, ആ പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്. യൂഷ്വലി ലേഡീസ് ഹാൻഡിൽ ചെയ്യാത്തൊരു മേഖല, പക്ഷെ അതായിരുന്നു നമ്മുടെ ഒരു പ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്നും നമുക്കിങ്ങനെ പഠിക്കാൻ ഓരോ കാര്യങ്ങളും, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതുണ്ട്. അതെന്നും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം നമ്മൾ വന്ന് പെട്ടപ്പോൾ അറിയാത്തൊരു ഫീൽഡ്, അറിയാത്തൊരു മേഖല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നൊരു ഫാമിലി ഓറിയൻറ്റഡ് ലേഡിയാണ്. എനിക്കിങ്ങനെ കൂടെ നമ്മുടെ കൂട്ടുകുടുംബവും കുറേ ആൾക്കാരും ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളതാണ്. അതായത് കലാത്താണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ട്രീ. ആ ഒരു ട്രീന്റെ താഴെയാണ് ഞങ്ങളുടെ എല്ലാ ഷെയ്ഡും ഞങ്ങൾക്കുണ്ട്. ലൈക്ക് ഇറ്റ് ഇസ് പേഴ്സണലി, ഫൈനാൻഷ്യലി, അല്ലെങ്കിൽ വേറെ ഏത് രീതിക്കുള്ള സപ്പോർട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അതെല്ലാം വരുന്നത് ഈ ഒരു ഫാമിലി ട്രീ. അല്ലെങ്കിൽ ഞങ്ങൾ പറയും, ഞങ്ങളുടെ മുന്നിൽ ഇതുപോലൊരു ലീഡർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഫോളോ ചെയ്യാനോ കീപ്പ് ചെയ്യാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. സോ പുള്ളി ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ. അപ്പോൾ ഓൾറെഡി എന്നിൽ ആ ഇഷ്ടമുണ്ട്, കൂടെ പുള്ളിയുടെ ആ ഒരു ഇൻസ്പിറേഷനും കൂടി ആയപ്പോഴാണ് ഓക്കെ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി പിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതാണ്, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സപ്പോർട്ടായിരിക്കും. അങ്ങനെ ഒരു ഇതായിരിക്കാം മേ ബി ഇതിനെ കൂടുതൽ മുന്നോട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം. നമ്മൾ ഓഫീസിൽ ഓൾറെഡി 5, പിന്നെ ഓപ്പറേഷണലി ലൈവ് സ്റ്റാഫ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20, പ്ലസ് ടെക്നിക്കൽ ടീം ആണെങ്കിൽ ഒരു 3 members. അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്, വർക്കൊക്കെ നന്നായി പോകുന്നുണ്ട്. അദ്ദേഹം കലാം സാഹിബിന്റെ ചെറിയ അനിയനാണ്. കുടുംബത്തിലെ ഏറ്റവും ലാസ്റ്റ് എല്ലാ പരിഗണനയും എല്ലാ സ്നേഹം കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ചെറിയ അനിയന്മാർക്കാണ്? എന്താണ്, എത്ര വർഷമായി കലാംസായുടെ കുടുംബം? എന്റെ ഫീൽഡ് അത് വേറെ, പിന്നെ അഡ്വർടൈസിംഗ് ഫീൽഡ് ആയിരുന്നു. ഡിസൈൻ മീഡിയന്റെ ഓണർ ശരിക്കും അവനായിരുന്നു. ഡിസൈൻ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് ഞാനും ബ്രദറും കൂടെയാണ്. എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, ഇവളുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഫുജൈറയ്ക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഫുജൈറയ്ക്ക് ഷിഫ്റ്റ് ചെയ്തു. കുഴപ്പമില്ല, അവിടെ എസ്റ്റാബ്ലിഷ് ആക്കി എടുത്തു, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്, കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതിലേ ഉള്ളൂ. കാരണം ഇവള് സ്റ്റാർട്ടിങ് മുതലേ കമ്പനിയുള്ള കാരണം അവൾക്ക് എൻ്റെ ഓപ്പറേഷൻ സെയിൽസും ഓപ്പറേഷൻസും എല്ലാം അറിയാം. ഞങ്ങൾ ബാക്ക് സപ്പോർട്ട് ചെയ്തു, ഫ്രണ്ട് ലെവലുണ്ട്. ഏറ്റവും നോളജ് ഉയർത്തുള്ളത്, അതായത് ഹാർഡ് ഡ്രൈവ് ഓളാണ്. അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതാണ് എന്നോട് മോളെന്നാ എന്നോട് പറഞ്ഞല്ലേ. മോളെന്ന് പറഞ്ഞാൽ അനിയത്തിന്റെ പരിഗണന അത് പിന്നെ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഞാൻ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ കണ്ടത് ഈ കൂടെയുള്ള കുടുംബത്തെയും നാട്ടുകാരെയും കൂടെ നിർത്തിക്കൊണ്ട് തന്നോടൊപ്പം തന്റെ കുടുംബവും നാടും വളരുന്നൊരാഗ്രഹമാണ്. അതാണ് കലാം സാഹിബിന്റെ ഏറ്റവും വലിയ വിജയം. എല്ലാവിധ അത് തന്നെയാണ് എന്റെ സക്സസും. അതെ, ഇതുപോലെ ഇനി ഒമാനിൽ ഒരാളുണ്ട്, ഒമാനിൽ ജ്യേഷ്ഠന്റെ മകനുണ്ട്, അവനാണ് ഓവറോൾ ഒമാൻ നോക്കുന്ന അവനാണ്. അവനെ ഉണ്ട്. അതെ അല്ല ഒമാനിലുണ്ട്. അപ്പം അവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അവനിങ്ങനെ എന്താ പറയാ, എൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ് അവൻ. ഓവറോൾ പിന്നെ അവൻ പ്രൊഫഷണൽ ഡ്രൈവറാണ്. അപ്പോൾ അവൻ എവറി വീക്കെൻഡിൽ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ഇവിടെ ദുബായിലേക്ക് വരും. വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് പോകും. അതന്നെ.